ജമിയത്തുൽ ഉലമയുടെ നിലപാട് ഒരു കാര്യത്തിനും തിരുത്തിയിട്ടില്ലല്ലോ. സമസ്ത പറഞ്ഞ തൗഹീദ് തിരുത്തിയിട്ടില്ല. സമസ്തയുടെ വിശ്വാസ കാര്യങ്ങൾ, കർമ്മകാര്യങ്ങൾ തിരുത്തേണ്ടി വന്നിട്ടില്ല. നിലപാട് തിരുത്തിയിട്ടില്ല. ആദർശം തിരുത്തിയിട്ടില്ല. നിങ്ങളോ കാലഘട്ടത്തിനനുസരിച്ച് മുജാഹിദ് സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ എത്ര നിലപാട് മാറ്റി, നയനിലപാട് മാറ്റി, ആദർശം മാറ്റി. തൗഹീദിൽ പോലും തിരുത്തലുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇതൊക്കെ മനുഷ്യനിർമ്മിതമായ ആശയങ്ങളാണ്. സമസ്ത പറയുന്നത് അള്ളാന്റെ യഥാർത്ഥ ദീനാണ്, സ്വഹാബത്ത് പഠിപ്പിച്ച, ഇമാമുകൾ പഠിപ്പിച്ച. അതുകൊണ്ട് ഒരു കാര്യത്തിലും സമസ്തക്ക് ഒരു ഭേദഗതിയും തിരുത്തും വരുത്തേണ്ടി വരൂല. സമസ്തയെ നിങ്ങൾ പഴഞ്ചനെന്ന് ആക്ഷേപിച്ചോളൂ, യാഥാസ്ഥിതികർ എന്ന് പറഞ്ഞോളൂ. ആ യാഥാസ്ഥിതികത, ആ പഴഞ്ചൻ എന്ന ആശയം പൂമാലയിട്ട് സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് ചില ആളുകൾക്ക് ഇപ്പോഴുള്ള ആവശ്യം എന്താണ്? കാലഘട്ടത്തിനനുസരിച്ച് സമസ്ത മാറണം. ഇപ്പൊ അകത്തുള്ള ആളുകളും അതല്ലേ അവരുടെ ആവശ്യം. സമസ്ത കാലഘട്ടത്തിനനുസരിച്ച് മാറണം. സമസ്ത കാലഘട്ടത്തിനനുസരിച്ച് മാറാനുള്ള സംഘടനയല്ല. ഇപ്പൊ ഈ ആദർശ സമ്മേളനത്തെ കളിയാക്കുന്ന ഒരു കൂട്ടരുണ്ട്, സമസ്ത മാറ്റി നിർത്തിയ ഒരു കൂട്ടര്. CIC സംവിധാനത്തിന്റെ ആളുകളും അവർക്ക് വേണ്ടി കുഴലോത്ത് നടത്തുന്ന ആളുകളും അവരുടെ വാഫി കുട്ടികളൊക്കെ, എല്ലാവരും അല്ല, ഒരുപാട് വഫിയകൾ സമസ്തയുടെ കൂടെയുണ്ട്. അവരുടെ ആക്ഷേപം എന്താ? ഞങ്ങൾ ആളുകൾക്കൊപ്പാണ്, ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചാ. നിങ്ങളിങ്ങനെ ആദർശം മാനത്ത് കെട്ടിവെച്ച് നടന്നോളൂ, ഞങ്ങൾ ആളുകളുടെ ആവശ്യം പരിഗണിച്ച നിയമം പറയാം. എന്താ ആളുകളുടെ ആവശ്യം? ഇവർ അഭിമാനത്തിൽ പറയാം, ആളുകൾക്ക് ഇൻഷുറൻസിൽ ചേരണം, ആളുകൾക്ക് ഇന്നത്തെ സാമ്പത്തിക സംവിധാനങ്ങൾ. അപ്പൊ അവർക്ക് ഇസ്ലാമിനെ ലളിതമാക്കി, സുന്ദരമാക്കി, ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ച് ദീനിനെ ചെത്തിമിനിക്ക് കൊടുക്കണം. എന്തിനാണ് കൂട്ടരെ? പടച്ച റബ്ബിങ്കിൽ നിന്നുള്ള അദാബ് വാങ്ങാൻ ദീനിനെ നിങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിലൊക്കെ കൃത്യമായ നിലപാടുണ്ട്. സമസ്ത അത് എന്നും പറഞ്ഞിട്ടുണ്ട്. പലിശയുടെ വിഷയത്തിലും, ബാങ്ക് പലിശയുടെ വിഷയത്തിലും, ഇൻഷുറൻസുകളുടെ വിഷയത്തിലൊക്കെ സമസ്തക്കൊരു നിലപാടുണ്ട്. പിന്നെ പുതിയ കുറച്ച് കുട്ടികൾ വന്ന് ഫിഖ് കൗൺസിൽ വിളിച്ച് ഫിഖ് സെമിനാർ ഉണ്ടാക്കി ഗവേഷണം ചെയ്തൊരു പുതിയ ഫത്വ കൊണ്ടുവരേണ്ട കാര്യമില്ല. അതൊക്കെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് അറബിക്കടലിലേക്ക് വലിച്ചെറിയും. ഇതിനേക്കാൾ വലിയ മുഫ്തിമാര് വന്നിട്ടുണ്ട് ഫത്വയുമായിട്ട്. ഇവിടെ ഒരുപാട് ഫത്വ കൊടുക്കുന്ന, അനങ്ങിയ എല്ലാ കാര്യത്തിനും ഫത്വ കൊടുക്കുന്ന കുറെ സംഘടനകളുണ്ടല്ലോ. അവരുടെ ഫത്വ ഏതെങ്കിലും മഹല്ല് കമ്മിറ്റി അംഗീകരിക്കാറുണ്ടോ? ഏതെങ്കിലും പൊതുജനങ്ങൾ അംഗീകരിക്കാറുണ്ടോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറയുടെയും സമസ്തയുടെ ഫത്വ കമ്മിറ്റിയുടെയും ഫത്വ വന്നാൽ അവർ അംഗീകരിക്കും. അല്ലാതെ ഏത് സംഘടനക്കാര് ഫത്വയുടെ വലിയ കൊട്ട തലയിലേറ്റി വന്നിട്ട് കാര്യമില്ല. ഇവിടെ അതൊന്നും ഏശാൻ പോകുന്നില്ല. പല കാര്യത്തിൽ ഇവിടെ പല ഫത്വ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കത് ബേജാറുണ്ടായിട്ടല്ല. പക്ഷെ നിങ്ങളുടെ വ്യതിചലനം സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുക. ആളുകളുടെ ആവശ്യം അനുസരിച്ചിട്ടല്ല നിയമം പറഞ്ഞു കൊടുക്കേണ്ടത്. ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകണ്ട. സാമ്പത്തിക രംഗത്ത് ഏതൊക്കെ ഇൻഷുറൻസ് ആണ് പറ്റുക, അല്ലെങ്കിൽ അനിവാര്യ ഘട്ടത്തിൽ അത് അനുവദനീയമെന്ന് പറയേണ്ടത് നിർബന്ധിതാവസ്ഥയാണ്. ചില കാര്യങ്ങൾ അങ്ങനെ അനുവദിക്കപ്പെട്ടതായതുകൊണ്ടല്ല. ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ. ബാങ്കിൽ ചിലപ്പോൾ ഒരു സാധു കുടുങ്ങി എന്തെങ്കിലും ഘട്ടത്തിൽ പലിശ അടക്കേണ്ടി വന്നു. ഫത്വ ചോദിച്ചാൽ എന്താ പറയാ? പലിശ അടക്കണ്ട, പലിശ ഹറാമാ, കൊടുക്കലും ഹറാമാ, വാങ്ങലും ഹറാമാ. അങ്ങനെയല്ലേ നിയമം അല്ലേ? ഒരു അനിവാര്യ ഘട്ടത്തിൽ ഒരു സാധു പലിശ അടക്കേണ്ടി വന്നു ബാങ്കിൽ. ഉസ്താദിനോട് നിയമിച്ചു, പലിശ അടക്കണോ ഉസ്താദെ? ഉസ്താദ് പറയും പലിശ അടക്കണ്ട. പക്ഷേ ഇവന്റെ ഉള്ള വീടും ഉള്ളതൊക്കെ ജപ്തിയാവും. ചിലപ്പോൾ അതും കഴിഞ്ഞ് ഇവൻ ജയിലിൽ കിടക്കേണ്ടി വരും. അത് രാജ്യത്തിന്റെ നിയമമാണ്. രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ചിലതൊക്കെ അതിന്റെ മസല, രാജ്യത്തിന്റെ നിയമം, നിർബന്ധിതമായ നിയമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണ്. അല്ലാതെ ഇസ്ലാം അംഗീകരിച്ചത് കൊണ്ടല്ല. ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് ആവശ്യമായിട്ട് പറയല്ല. എല്ലാ ഇൻഷുറൻസും അങ്ങനെയൊക്കെ ഹലാലാക്കി കൊടുക്കുന്ന തരത്തില് ഇത് ചാനലുകാർ പോലും പറഞ്ഞില്ലേ, നമ്മൾ പറയണ്ട. ഇത് സമസ്തക്കാർ തെറ്റിദ്ധരിപ്പിച്ചതല്ലോ. ഇത് സർവ ചാനലുകാർ പൊതുരംഗത്തെ ചർച്ച കൊണ്ടുവന്നു. ഇവര് ഈ പാരമ്പര്യത്തിനും, സുന്നികളുടെ പാരമ്പര്യത്തിനും, സമസ്തയുടെ പാരമ്പര്യത്തിനും എതിരായിട്ടാണ് ഈ ഫത്വ പുറപ്പെടുവിച്ചത്. ഇതൊരു വ്യതിചലനമാണ്. പിന്നെ മറ്റൊരു കാര്യത്തിന് എന്താ ഫത്വ പറയാൻ തെളിവ് പറഞ്ഞത്? ഒരു ചരിത്രം പറയാൻ തെളിവ് പറഞ്ഞത്